അപ്പോഴേ ഞങ്ങളുടെ എന്ത് സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്ന് ചെമ്മീനും ചെമ്മിപ്പിളിയും കൂടി ചാറ് വെച്ച്, പിന്നെ മത്തി മുന്നം മത്തി മേടിച്ചിട്ടാ. വലിയ മത്തിയായിരുന്നു, ഒരുവിധം വലിയ മത്തിയായിരുന്നു. അത് വറക്കാണ് ചെയ്തത്, ഞാൻ കറിയൊന്നും വെച്ചില്ല. പിന്നെ ബീൻസ് വാങ്ങിച്ച് ബീൻസും ചെമ്മീനും കൂടി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മത്തിക്ക് നല്ല നെയ്യുള്ള മത്തിയായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടാകുന്ന അറിയാൻ പാടില്ല, ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്ന് ബീൻസാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ചെമ്മീൻ ഇരിപ്പുണ്ട്, ബീൻസും കൂട്ടി ചെമ്മീനും ഇട്ട് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അപ്പോൾ ബീൻസ് അരിയാം. അപ്പോൾ ഞാനിതിൻ്റെ നാരൊക്കെ കളഞ്ഞട്ടോ. ഇനി ഇതങ്ങോട്ട് കൂട്ടിപ്പിടിച്ചൊരു അരിയലാണ് പതിവ്. അപ്പം നമ്മുടെ നിത എപ്പോഴും പറയുവേ, ചിങ്ങ പാവക്ക ഒക്കെയാണല്ലോ സ്പെഷ്യലി. വേറെ സ്പെഷ്യൽ മാറ്റി പിടിക്കാൻ പറയും. നിദാസേ മാറ്റി പിടിച്ചട്ടാ. അപ്പോഴേ നമ്മുടെ ഇന്ന് കിട്ടിയേക്കുന്ന സ്പെഷ്യൽ എന്താണെന്നാ, മത്തിയാണ്. ഇപ്പോൾ ഒരുവിധം വലിയ മത്തിയാണ് കേട്ടോ. സാധാരണ ചെറിയ മത്തിയാണ് മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ ഒരുവിധം വലിയ മത്തി ഉണ്ടായി. പക്ഷേ വില കൂടുതലാണ്, 200 രൂപയാണ് കേട്ടോ. ഞാൻ അരക്കിലോനൊന്ന് മേടിച്ച് നോക്കി, ഇതൊന്ന് വറുക്കാമെന്നാണ് വിചാരിക്കണത് കേട്ടോ. അപ്പോൾ ഒരു 8-10 വറുക്കാൻ വേണ്ടി റെഡിയാക്കണതാണ്. ആദ്യം വെട്ടിയെടുക്കാം. ചെതമ്പലൊക്കെ കളഞ്ഞേ ഇട്ടിട്ടും കല്ലുപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴിയാൽ പൂച്ചാശന്മാരെല്ലാം തിരുണ്ട് കേട്ടോ. അപ്പോഴേ ഞാൻ കഴിഞ്ഞ ദിവസമേ 1 കിലോ കൊച്ചിയും ചെറിയ എമ്മയും മേടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് കിള്ളി കഴുകി നീറ്റാക്കി ഫ്രീസറിൽ വെച്ചിരുന്നു. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇത്തിരി ചെമ്മിപ്പൊളിയും കൂട്ടിയിട്ട് ചാറ് കൂട്ടണം, മത്തി വറുക്കണം, പിന്നെ ഇത്തിരി ചെമ്മീനെടുത്ത് ബീൻസ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ഇതാണ്, ചെമ്മീൻ ചാറായിരിക്കും കേട്ടോ. ഇതാണ് തെള്ളിച്ചെമ്മീനാണിത്. കിള്ളി കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്നതാണ്, ഐസാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് ഞാൻ. അപ്പോഴേ ചെമ്മീനും ചെമ്മിപ്പുളിയും കൂടി ആട്ട ചാറ് വെക്കാൻ പോണം. അപ്പോൾ ഇതിന് ചെമ്മിപ്പുളി മരമാട്ടോ. ഇത് നിറയെ ചെമ്മിപ്പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇതിൻ്റെ ശകരങ്ങളൊക്കെ എല്ലാം ഞാൻ വെട്ടി നിർത്തും. അപ്പം നിറയെ പൂക്കോട്ടാ. ഒത്തിരി ചെമ്മിപ്പുളി ഉണ്ടായിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. കുറേ ഉപ്പിലിടണം. അപ്പോൾ കുറച്ച് ചെമ്മിപ്പുളി പറിക്കാം ചാറ് കൂട്ടാൻ വേണ്ടി. അപ്പോൾ അധികം മൂക്കാത്ത ചെമ്മിപ്പുളിയാണ് ഞാൻ പറിക്കാൻ പോണത്. അധികം അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ പുളി ഉണ്ടാവില്ല കേട്ടോ. ഒരു മീഡിയം. കുറച്ച് ചെമ്മിപ്പുളി എടുക്കാം. മൂക്കണേ ഉള്ളൂ, അധികം മൂത്തിട്ടില്ല ഇത്. ഉള്ളതിൽ വലുത് നോക്കിയെടുക്കാം. നന്നായിട്ട് വലുതാണ് പുളിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് വലുതാവും. പണ്ടൊക്കെ ഞാൻ ചെമ്മിപ്പുളിക്കൊക്കെ കൊതിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തിലേക്ക് പച്ചനെ ഉപ്പും കൂട്ടിയൊക്കെ തിന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ വീട്ടിലുണ്ടായപ്പോൾ അത്ര താല്പര്യം ഇല്ലാണ്ടായി. അപ്പോൾ ചെമ്മിപ്പുള്ളിയുടെ അടുത്ത് എൻ്റെ ഒരു കപ്പത്തോട്ടം ഉണ്ട് കേട്ടോ. കപ്പൊക്കെ അങ്ങനെ വലുതായി അങ്ങനെ നിൽക്കണേ കേട്ടോ. കുറച്ചുണ്ട് കപ്പ എനിക്ക് കേട്ടോ. ഇവിടെ നിന്നും അങ്ങാടും ഉണ്ട് കേട്ടോ. അങ്ങാടും കുറച്ചധികം കപ്പയൊക്കെ ഉണ്ട്. ചെമ്മിപ്പുള്ളി പറിക്കാൻ വന്നപ്പോൾ ഒരു കപ്പയും കൂടി കാണിച്ചതാണ് കേട്ടോ. കപ്പത്തോട്ടം കൂടി കാണിച്ചതാണ് കേട്ടോ എൻ്റെ. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലിന് ഞാൻ ഇത്തിരി ബീൻസ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. അല്പം കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് ചുമന്നുള്ളി, വെളുത്തുള്ളി, 2-3 എരിവുള്ള പച്ചമുളക് കൊടുക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കാം. നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി, നുള്ള് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അല്പം ചെമ്മീനിട്ട് കൊടുക്കാം. നമ്മൾ ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിടാം. അപ്പോൾ നമുക്ക് ബീൻസ് ഒന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കാം ഇടക്ക്. ഒന്നും കൂടി റെഡി ആവാനുണ്ട്. നമ്മുടെ ബീൻസ് നോക്കാം കേട്ടോ. ബീൻസ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഉലർന്നിട്ടുണ്ട്. ഇത്ര മതി. ചെമ്മീനിട്ട് വെച്ചായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചെമ്മീനും ബീൻസും കൂടി ഉള്ള മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ചാറ് കൂട്ടാം കേട്ടോ. ചെമ്മീൻ ചാറ് കൂട്ടാനായിട്ട് നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് ചെമ്മീനിടാം. കുറച്ച് എന്തെങ്കിലും പച്ചക്കറിക്ക് വേണ്ടി വെച്ചേക്കാം. 1/2 കിലോ ചെമ്മീനാണിത്. ഇതിലേക്ക് ഇനി പുളി ഇട്ട് കൊടുക്കാം. ചെമ്മിപ്പുളി കട്ട് ചെയ്തതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി അധികം ഇടില്ല. ഒരല്പം, അധികം മുളക് ചാറല്ല, ഒരു തേങ്ങ അരച്ച ഒരു പരിപാടിയാണ് വരുന്നത്. അപ്പോൾ അല്പം മുളക് പൊടി ഇടാം. പിന്നെ ഒരു എരിവെള്ള 4 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെമ്മീനൊന്ന് വേകട്ടെ. നമ്മുടെ ചെമ്മീൻ നോക്കാം കേട്ടോ. ചെമ്മീൻ തിളച്ചിട്ട് ഇപ്പോൾ ഒരു 5-8 മിനിറ്റായി. ചെമ്മീനും പുളിയൊക്കെ ഒരു ഇത് ഇളകിയിട്ടുണ്ട്. നമുക്ക് അരപ്പിൽ കിടന്നൊന്ന് റെഡി ആകാനുണ്ട്. ഇപ്പോൾ ഞാൻ ഇതാണ് അരപ്പ്. അരപ്പിലിപ്പോൾ ഒരു ചെറിയ മുറി തേങ്ങയുടെ പീരയും പിന്നെ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇട്ടിട്ടുണ്ട്. ചുമന്നുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ഒരു മീഡിയം ടൈപ്പ് ഒരു കഷ്ണം ഇഞ്ചി തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്നും, ഉള്ളി ഇനി താളിച്ചിടുന്നുണ്ട്. ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളി ഇതിൽ അരപ്പിൽ അരച്ച് ചേർത്തിട്ടുണ്ട്. അരപ്പ് കഴുകിയ വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വറ്റട്ടെ. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമുക്ക് ചെമ്മീൻ ചാറ് നോക്കാം കേട്ടോ. നമ്മുടെ ചെമ്മീൻ ചാറ് ഇപ്പോൾ വെച്ചിട്ട് 10 മിനിറ്റ് അധികമായി. അരപ്പ് കലക്കി വെച്ചിട്ട് ഇപ്പം മതി. പറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കൊരു വറവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഉള്ളി മുളകൊക്കെ മൂപ്പിച്ച് ഒരു വറവ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ചാറൊന്ന് താളിച്ചിടാം കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാഞ്ഞിട്ടുണ്ട്. അല്പം കടുക് പൊട്ടിക്കാം.
ഇതിലേക്ക് ഉള്ളി 2-3 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ചെമ്മീൻ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചെമ്മീൻ ചാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. താളിപ്പ് ചാറ് നല്ല കുറുകുറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീനും ചെമ്മിപ്പുളിയും കൂടി ഇട്ട് വെച്ച ചാറ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിരുന്നു. വെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ അധികമായി. അപ്പോൾ ഇതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. മത്തിക്ക് ഞാൻ വറുക്കാനായിട്ടാണ് എല്ലാം എടുത്തത്. കാരണം കറി വെച്ചാൽ ശരിയാവുകയെന്ന് അറിയില്ലായിരുന്നു, നല്ലതാണെന്ന് അറിയില്ല. അപ്പോൾ വറുക്കാനാണ് എടുത്തത്. അപ്പോൾ വറുക്കാം, ഒരു സ്പെഷ്യൽ ഇതാണ്. അപ്പോൾ മത്തി വറുക്കുമ്പോൾ കുരുമുളക് പൊടി ഇത്തിരി അധികം എടുക്കോട്ടെ. ഞാൻ ഇവിടെ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ്. നല്ല നെയ്യുള്ള മത്തിയായിരുന്നു. നല്ല നെയ്യുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടാവുകയെന്നറിയില്ല. ഞാൻ കുറേ നാളായിപ്പോൾ ഈ വലിയ ആളെ വാങ്ങിച്ചിട്ട്, ചാള വാങ്ങിച്ചിട്ട് തന്നെ കുറേ നാളായി. ചെറിയ ആളെ ഇപ്പോൾ ഒന്നിനും കൊള്ളില്ല, ടേസ്റ്റൊന്നുമില്ല. അപ്പോൾ വലിയ ആളെ ഇപ്പോൾ മുന്നം കണ്ടതാണ്, അങ്ങനെ വാങ്ങിച്ചതാണ്. ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടത് കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നോക്കാം, മൊരിയട്ടെ. അപ്പോൾ നമ്മുടെ മത്തി വറുത്ത് റെഡി ആയിട്ടോ. എല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ അല്പം എണ്ണ ഒഴിച്ചിരുന്നുള്ളൂ കേട്ടോ, പക്ഷെ നല്ല നെയ്യ് ഉണ്ടായിരുന്നു. നെയ്യ് അങ്ങനെ പതഞ്ഞ് വരുന്നതായിരുന്നു. പിന്നെ നമ്മുടെ മത്തി വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെമ്മീൻ ചാറത്തിൽ എടുക്കാം. നല്ല കുറുകുറ ചാറാണ് കേട്ടോ. അപ്പോൾ ചെമ്മിപ്പുളി ധാരാളം ചെമ്മിപ്പുളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചാറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അല്പം ചെമ്മീൻ ചാറെടുക്കാം. ഈ ചാറ് മതി കേട്ടോ, വേറെ കറിയൊന്നും വേണ്ട. പിന്നെ മത്തി ഒരെണ്ണം എടുക്കാൻ ടേസ്റ്റ് ഉണ്ടാകുന്നറിയില്ല, ഒരു മത്തി എടുത്തു. പിന്നെ ഇത് ബീൻസ് മെഴുക്ക് വരട്ടിയാണ്. ചെമ്മീനിട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ്, നോക്കിയായിരുന്നു അല്പം. കഴിക്കാം. ചെമ്മീൻ ചാറ് അടിപൊളിയാട്ടോ. ചെറിയ ചെമ്മീനാണ്, ടേസ്റ്റ് കൂടും. മത്തി വറുത്താൽ നോക്കട്ടെ. വറുത്തിട്ട് നല്ലതുണ്ട്. നന്നായിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊടി കൂടുതലും ഇട്ടേക്കണ കുരുമുളക് പൊടിയാണ്. പിന്നെ ബീൻസാണ്. ബീൻസ് ചെമ്മീനിട്ടുകൊണ്ട് സൂപ്പറാട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. ചെമ്മീനും ചെമ്മിപ്പുളിയും കൂടി ചാറ് വെച്ചതുണ്ട്, മത്തി വറുത്തത്, ബീൻസ് ചെമ്മീനിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.